ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകേസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ഓം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി ഓം. നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നരസിംഹാവതാരം ദശകം 25 1, 2 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 3, 4 ശ്ലോകമാണ് പഠിക്കേണ്ടത്. 1, 2 ഹിരണ്യകശിപു തൂണിൽ വെട്ടിയപ്പോൾ നരസിംഹ അവതരിച്ചു. ഒരു ഭയങ്കര ഒച്ച കേട്ടു. ആ ഒച്ചയുടെ ഉറവിടം എവിടെയാണെന്ന് ഹിരണ്യാക്ഷൻ തപ്പിക്കൊണ്ടിരുന്നു. കണ്ടുകിട്ടിയില്ല. തൂണ് പിളർന്ന് ഒരു മൃഗവുമല്ല മനുഷ്യനുമല്ലാത്ത രൂപം വന്നു. ആ രൂപത്തെ കണ്ട് എല്ലാവരും അതിശയിച്ചു എന്ന് പറഞ്ഞ് 2ാമത്തെ ഇതിൽ നിർത്തിയത്. ആ രൂപം വലുതായി വന്നു എന്ന് പറഞ്ഞ് നിർത്തി. ഇന്ന് നമുക്ക് 3, 4 ശ്ലോകമാണ് പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം ശ്ലോകം വായിക്കാം. ഓം ഹരിശ്രീ ഗണപതയേ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. തപ്തസ്വർണ സവർണ ഘൂർണതതിരൂക്ഷാക്ഷം സടാകേസര പ്രോൽക്കമ്പ പ്രനികുംബിതാംബരം അഹോ ജീയാത്തവേദം വപുഹു വ്യാപ്തവ്യാപ്തമഹോദരീസഖമുഖം ഖഡ്ഗോഗ്രവൽഗന്മഹാജിഹ്വാ നിർഗമദൃശ്യമാന സുമഹാ ദംഷ്ട്രായുഗോഢാമരം. ഇതാണ് ശ്ലോകം. ഇനി അതിൻ്റെ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തപ്ത സ്വർണ സവർണ ഘൂർണത് അതിരൂക്ഷ അക്ഷം സടാകേസര പ്രോൽക്കമ്പ പ്രനികുംബിതാംബരം അഹോ ജീയാത് തവ ഇദം ജീയാത്തവേദം ജീയാത് തവ ഇദം വപുഹു വ്യാപ്ത മഹാദരീസഖമുഖം. ഒറ്റപ്പദം. ഖഡ്ഗ ഉഗ്ര വൽഗത് മഹാജിഹ്വാ നിർഗമ ദൃശ്യമാന സുമഹാ ദംഷ്ട്രായുഗ ഉഢാമരം. അതാണ് യുഗ ഉഢാമരം. വിസർഗം കഴിഞ്ഞ് ഇഡ വന്നു. ഊ വന്നപ്പോൾ അത് ഓകാരമായി മാറി. അങ്ങനെ ഗോഢാമരം എന്ന് വന്നു. ദംഷ്ട്രായുഗ ഉഢാമരം, അതാണ് വാക്ക്. ഇനി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. തപ്തം എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്നത്, ഉരുകുന്നത്, ചൂട് പിടിച്ചത്, ചൂടുള്ളത്. അപ്പം സ്വർണം ആണിവിടെ തപ്തം. അപ്പോൾ ഉരുക്കിയ സ്വർണം, അതാണ് സവർണം. സവർണം എന്ന് പറഞ്ഞാൽ വർണ്ണത്തോട് കൂടിയത്. അപ്പോൾ ഉരുക്കിയ സ്വർണത്തിൻ്റെ വർണ്ണത്തോട് കൂടിയതും ഗൂർണത എന്ന് പറഞ്ഞാൽ കറങ്ങുന്നത്, അതിഭയങ്കരമായ അക്ഷം കണ്ണ്. അപ്പം സ്വർണത്തിൻ്റെ നിറമുള്ളതും അതിഭയങ്കരമായി കറങ്ങുന്നതുമായ കണ്ണുകളോടും സടാകേസരം സിംഹത്തിൻ്റെ ആ കഴുത്തിന് ചുറ്റുമുള്ള രോമങ്ങൾ, കുഞ്ചിരോമങ്ങൾ,
സടാകേസരം കുഞ്ചിരോമങ്ങൾ, പ്രോൽക്കമ്പം അതിങ്ങനെ ഉയർന്ന്, കമ്പം എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക, ഉയർന്ന് വിറച്ചുകൊണ്ട്, പ്രനികുംഭിതം പ്രകർഷേണ നികുംഭിതമായത് എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്നത്, മറച്ചു വയ്ക്കുന്നത്, അല്ലെങ്കിൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന എന്നൊക്കെ അർത്ഥം. പ്രണികുംഭിതം, അമ്പര ആകാശം. അഹോ, ആശ്ചര്യത്തെ കാണിക്കുന്നതാണ് ഇവിടെ അഹോ. ജിയാത് എന്ന് പറഞ്ഞാൽ ജയിക്കട്ടെ, അല്ലെങ്കിൽ ജയിക്കുമാറാകട്ടെ. തവ ഇതം, അങ്ങയുടെ ഇപ്രകാരമുള്ള വപുഹു, വപുസ് ശരീരം, മൂർത്തി എന്നൊക്കെ അർത്ഥം. വ്യാത്ത എന്ന് പറഞ്ഞാൽ വലുതായത്. വ്യാപ്തവും വ്യാപ്തയുമായിട്ട് വ്യത്യാസമുണ്ട്. വ്യാപ്തം വിസ്താരമുള്ളത്. അപ്പം വലുതായതും വിസ്താരമുള്ളതുമായ മഹാദരീസഖമുഖം. മഹാദരീസഖം എന്ന് പറഞ്ഞാൽ വലിയ ഗുഹ പോലെയുള്ള മുഖം, വായ്. ഖഡ്ഗം വാള്, ഖഡ്ഗ ഉഗ്രം എന്ന് പറഞ്ഞാൽ വലിയ വാള് പോലെയുള്ള. വൽഗത് എന്ന് പറഞ്ഞാൽ വീശുന്ന പോലെ, ഇളകുക, വീശുക, ചലിക്കുക എന്നൊക്കെ അർത്ഥം. മഹാജിഹ്വ വലിയ നാക്ക്. അപ്പോൾ വായിൽ നിന്ന് നാക്ക് പുറത്തേക്ക് ഇങ്ങനെ നിർഗമിച്ച് പുറത്തേക്ക് നീണ്ടത്. ദൃശ്യമാനം കാണാൻ പറ്റുന്നു. സുമഹ എന്ന് പറഞ്ഞാൽ വലിയ. അപ്പോൾ വലിയ നാക്ക് ആ മുഖത്ത് നിന്ന്, വായിൽ നിന്ന് പുറത്തേക്ക് വന്ന് വാള് പോലെ നീണ്ടു കിടന്ന് വീശുന്നു. നാക്കിങ്ങനെ ഇട്ട് ഇളക്കിക്കൊണ്ട് എന്നർത്ഥം. ദംഷ്ട്ര, ദംഷ്ട്രായുഗ എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 2 വലിയ ദംഷ്ട്രകളോടും കൂടി. അപ്പോൾ ഇവിടെ ഇളകുന്ന നാക്കോട് കൂടിയതും 2 കോമ്പല്ലുകളോട് കൂടിയ. ദംഷ്ട്ര എന്ന് പറഞ്ഞാൽ കോമ്പല്ല്. സിംഹത്തിനൊക്കെ 2 വലിയ പല്ലുണ്ട്. ഈ മാംസമൊക്കെ കടിച്ച് തിന്നണമെങ്കിൽ വേണമല്ലോ അത്. പിന്നെ ഉഡാമരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? വലിയ ഭയങ്കരങ്ങളായ 2 കോമ്പല്ലുകളോട് കൂടിയതും പുറത്തേക്ക് വന്ന് ഇളകുന്ന വാള് പോലെ വളഞ്ഞ നാക്ക് ഇങ്ങനെ പുറത്തേക്ക് കിടന്ന് വീശുകയാണ്. ആ വീശുന്ന നാക്കോട് കൂടിയ, മുഖത്തോട് കൂടിയതും, പിന്നെ സ്വർണ്ണവർണ്ണം കളറുള്ള അതിരൂക്ഷമായ കുഞ്ചിരോമങ്ങളോടും ആകാശത്തെ മറച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആകാശത്തെ മുട്ടി നിൽക്കുന്ന വപുസോടും കൂടിയ അങ്ങ് ജയിക്കട്ടെ, അങ്ങയുടെ വപുസ് ജിയാത് വിജയിക്കുമാറാകട്ടെ എന്ന് ആദ്യത്തെ ശ്ലോകം. ഇനി ആ ശ്ലോകം ഒന്നും കൂടി വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തപ്തസ്വർണ സവർണ ഘൂർണതതിരൂക്ഷാക്ഷം സടാകേസര പ്രോൽക്കമ്പ പ്രനികുംഭിതാംബരം. അഹോ ആണ് അവിടെ മാ വന്നത്. അമ്പരം അനുസ്വാരം കഴിഞ്ഞ് ആ വന്നപ്പോൾ അത് മായായി മാറിയതാണ്. ജീയാത്തവേദം വപുഹു വ്യാപ്തമഹോദരീസഖമുഖം ഖഡ്ഗോഗ്രവൽഗന്മഹാജിഹ്വാ നിർഗമദൃശ്യമാനസുമഹാ ദംഷ്ട്രായുഗോഢാമരം. അങ്ങയുടെ നൃസിംഹാകാരത്തിന് നമസ്കാരം. നമോവാകം. തീയിലിട്ട് ചുട്ടുപഴുപ്പിച്ച സ്വർണം പോലെ തിളങ്ങുന്നതും അത്യന്തം രൂക്ഷങ്ങളുമായ കണ്ണുകളോടും ചലനം കാരണം ആകാശമാർഗത്തെ മറയ്ക്കുന്ന കുഞ്ചിരോമങ്ങളോട്, ഉയർന്നു നിൽക്കുന്ന കുഞ്ചിരോമങ്ങൾ സടകളോടും മഹാഗുഹ പോലെ വിസ്താരത്തിൽ
തുറന്നിരിക്കുന്ന മുഖദ്വാരത്തോടും പുറത്തേക്ക് നീട്ടിയിട്ടിരിക്കുന്ന നീണ്ടു വളഞ്ഞിളകുന്ന വാള് പോലെയുള്ള നാക്കിനോടും അതിൻ്റെ ഇരുവശങ്ങളിലുമായി കാണപ്പെടുന്ന ഭയാനകമായ ദംഷ്ട്രകളോടും കൂടിയ അങ്ങയുടെ ആശ്ചര്യകരമായ രൂപം വിജയിക്കുമാറാകട്ടെ, വിജയിക്കട്ടെ. ജീയാത്ത വേദം വിഭോ, ജീയാത്ത വേദം വപുഹു. അതാണ് ആദ്യത്തെ ശ്ലോകം. ഒന്നുകൂടെ വായിച്ചിട്ട് ഒന്നുകൂടെ അർത്ഥം പറയാം. തപ്തസ്വർണ സവർണ ഘൂർണതതിരൂക്ഷാക്ഷം സടാകേസര പ്രോൽക്കമ്പ പ്രനികുംഭിതാംബരം അഹോ ജീയാത്ത വേദം വപു പ്രണികുംഭിതാംബരമഹോ ജീയാത്ത വേദം വപു വ്യാപ്തവ്യാപ്തമഹോദരീസഖമുഖം ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വാ നിർഗമദൃശ്യമാനസുമഹ ദംഷ്ട്രായുഗോഢാമരം. അങ്ങയുടെ സിംഹാകാരത്തിന് നമോവകം. ആ സിംഹമൂർത്തിയായിരിക്കുന്ന നരസിംഹമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. തീയിലിട്ട് ചുട്ടുപഴുപ്പിച്ച സ്വർണം പോലെ തിളങ്ങുന്നതും അത്യന്തം രൂക്ഷങ്ങളുമായ കണ്ണുകളോടും ചലനം കാരണം ആകാശമാർഗത്തെ മറയ്ക്കുന്ന കുഞ്ചിരോമങ്ങളോടും മഹാഗുഹ പോലെ വിസ്താരത്തിൽ തുറന്നിരിക്കുന്ന മുഖദ്വാരത്തോടും പുറത്തേക്ക് നീട്ടിയിട്ടിരിക്കുന്ന നീണ്ടു വളഞ്ഞ് ഇളകുന്ന വാൾ പോലെയുള്ള നാക്കിനോടും അതിൻ്റെ ഇരുവശത്തുമായി കാണപ്പെടുന്ന ഭയാനകമായ ദംഷ്ട്രകളോടും കൂടി അങ്ങയുടെ ആശ്ചര്യകരമായ രൂപം വിജയിക്കുമാറാകട്ടെ എന്ന് 3-ാമത്തെ ശ്ലോകം. ഇനി 4-ാമത്തെ ശ്ലോകം.